ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ ഏസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹായ് ഓൾ, വെൽക്കം ടു ഏസ് കോപ്പറേറ്റീവ് അക്കാദമി. ഏസ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന KERAFED അക്കൗണ്ടന്റ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം? നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽഫ കോഡ് ഡി, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ടൈമിലുള്ള അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഏരിയാസിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ബാങ്കിങ്ങിൽ നിന്നും നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് കുഴപ്പിച്ചത് IT ആണ്. IT-യുടെ ഭാഗത്ത് നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചില ക്വസ്റ്റ്യൻസ് നമ്മളെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓൾ ടുഗെദർ നോക്കുമ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, വളരെ നിലവാരം പുലർത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പം നമുക്ക് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രൈമറിലി വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ്സ്? റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് റൈസിംഗ് വിത്തിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓവർസീയിങ് ദ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എൻഫോഴ്സിംഗ് പെനാലിറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ് വിത്ത് കോപ്പറേറ്റീവ് ലോസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് കോമ്പിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓൺലി 1 and 3 കറക്റ്റ്, ഓപ്ഷൻ ബി ഓൺലി 2 കറക്റ്റ്, ഓപ്ഷൻ സി ഓൺലി 1 കറക്റ്റ്, ഓപ്ഷൻ ഡി ഓൺലി 2 and 3 കറക്റ്റ്. അപ്പോൾ ഏതാ ആൻസർ വരാ? യെസ്, ഓപ്ഷൻ എ ഓൺലി 1 and 3 കറക്റ്റ്. ഓക്കെ, ഓൺലി 1 and 3 കറക്റ്റ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ട്രിബ്യൂണൽ പരിഗണിക്കുന്നില്ല. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ഇൻക്ലൂഡ്. ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ഇൻക്ലൂഡ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് പർച്ചേസിംഗ് ഷെയർസ് ഇൻ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. Second statement, providing grants for infrastructure development. Third, offering tax exemptions to cooperative societies. അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്. അപ്പോൾ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. എന്താണ്? സംശയമില്ലാതെ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് അല്ലേ? എല്ലാം സ്റ്റേറ്റ് എയ്ഡിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. What is true about Principal State Partnership Fund? അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് എന്താണ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് ഇതാതെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇന്നത്തെ എക്സാമിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ട്രൂ അബൌട്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ സെക്ഷൻ 41 ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? Can be used for directly purchasing shares in other cooperative societies with unlimited liability. Not the point. Third statement എന്താ? Cannot be used to make payments to state government. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എന്താണ് ആൻസർ? ആൻസർ എ, ഓപ്ഷൻ എ ആണ്. എന്താ? ഓൾ റോങ് ആണ് അല്ലേ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഈ 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? റോങ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ വന്നിട്ടുള്ളത്? സെക്ഷൻ 41 പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആണോ? അല്ല. സെക്ഷൻ 41 എന്താണ് ഡീൽ ചെയ്യുന്നത്? ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ് അല്ലേ? അപ്പോൾ അത് എന്താണ്? സ്റ്റേറ്റ് പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്യാൻ ബി
used for directly purchasing shares in other cooperative societies with unlimited liability. ലിമിറ്റഡ് liability ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ അതാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. അൺലിമിറ്റഡ് liability എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. ഇനി നോക്കൂ, കനോട്ട് ബി യൂസ്ഡ് ടു മേക്ക് പേയ്മെന്റ്സ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ എന്താ, ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കുള്ള പേയ്മെന്റ്സ് മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എ, ഓൾ റോങ്. ദെൻ നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. What is true about subsidiary state partnership fund? Subsidiary state partnership ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. എന്താണ്? Establishment by a central society. Then second statement എന്തായിരുന്നു? Can be used for making payments to apex societies. Then third statement എന്തായിരുന്നു? Established as per section 43 of Kerala Cooperative Societies Act 1969. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? യെസ്, 1 and 2. ഓൺലി 1 and 2 ആണ് കറക്റ്റ് അല്ലേ? എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സെൻട്രൽ സൊസൈറ്റി. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സെൻട്രൽ സൊസൈറ്റി ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പേയ്മെന്റ്സ് ടു അപെക്സ് സൊസൈറ്റീസ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ എന്താണ് ആൻസർ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1 and 2 കറക്റ്റ്. ഓപ്ഷൻ സി, 1 and 2 കറക്റ്റ്. Then next question number 5. Which is a form of state aid to corporate societies as per section 53 of the Kerala Cooperative Societies Act 1969. ഏതാണ്? Yes, first one, guaranteeing the payment of interest on debentures issued by a society. Then giving loans to society. Second statement. Third statement എന്താ വന്നിട്ടുള്ളത്? Giving financial assistance in the form of subsidies to the society. അപ്പോൾ ഈ other form of state aid as per section 53, other form of state aid സെക്ഷൻ 53 പറയുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതർ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇത് 3 അതർ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ കറക്റ്റ്. ഓൾ കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നെക്സ്റ്റ് വരുന്നത്. Among the following, which is or are the features of capitalism? Which is or are the features of capitalism? Capitalismത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നോക്കൂ, എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ. സോറി, ഓപ്ഷൻസ് മാറിപ്പോയി അല്ലേ? ക്യാപിറ്റലിസത്തിന്റെയാണ്, ഞാൻ നെക്സ്റ്റ് ആണ് വായിച്ചത്. 6th ആണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഓപ്ഷൻ 1 എന്താണ്? ഇറ്റ് അലൗസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. ഇറ്റ് അലൗസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ വന്നിട്ടുള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ്. സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് പ്രൈമറിലി ഡ്രിവൺ ബൈ പ്രോഫിറ്റ് മോട്ടീവ്. എന്താണ് ആൻസർ? എന്താണ് ആൻസർ? നിസംശയം പറയാം അല്ലെ? ഓപ്ഷൻ ഡി, ഓൾ കറക്റ്റ്. ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റ്സും. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി, ഓൾ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7. Among the following, which is are the criticisms of socialism? നമുക്ക് ഒരു ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ എക്സാം വന്നിട്ടുള്ളത്. അതായത് ഒരു ഫോക്കസ്ഡ് ഒരു പെർട്ടിക്കുലർ ഏരിയ, അതിൽ നിന്ന് 1-2 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. റൈറ്റ്. അപ്പോൾ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Among the following, which is or are the criticisms of socialism? സോഷ്യലിസത്തിന്റെ ക്രിറ്റിസിസംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ.
Then 2, it has bureaucratic inefficiency. Then third എന്തായിരുന്നു, it experiences existence of economic inequality. It experiences existence of economic inequality. അപ്പോൾ സോഷ്യലിസം എന്നുള്ള എക്കണോമിക് സിസ്റ്റം എന്താണ്, ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ്, അല്ലെ, സ്റ്റേറ്റ് ഓണർഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനുള്ള ക്രിറ്റിസിസംസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിലെ ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്? ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻസെന്റീവ്സ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ഇറ്റ് ഹാസ് ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസി. അപ്പോൾ ഓപ്ഷൻ ഡി ഓൺലി 1 and 2 ഈ രണ്ട് പോയിന്റ്സ് ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഓൺലി 1 and 2. Then next question number 8. The common feature between a cooperative society and a joint stock company is that statement 1 എന്താണ്, both types of organizations offer limited liability to their members. Then second statement എന്തായിരുന്നു, both are considered separate legal entities from their members. Then third statement, in both structures ownership interest can be transferred. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെയും കോമൺ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, കോമൺ ഫീച്ചറിൽ വരുന്നതാണ്. ഓൾ കറക്റ്റ്. ഓപ്ഷൻ ഡി ഓൾ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Among the following which is or are the features of partnership? ഓക്കെ, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സിലബസിൽ പറഞ്ഞ സ്പെസിഫിക് ഏരിയയിൽ നിന്ന് വളരെ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിലബസ് നന്നായിട്ട് കവർ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്തൊക്കെയായിരുന്നു പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്? First one, existence of unlimited liability for the partners. Okay. Then second എന്തായിരുന്നു, second statement, always membership is limited to 2 persons. Then third statement എന്തായിരുന്നു, gains or losses are shared based on a mutual agreement. അപ്പോൾ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഈ പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 1 and 3 ആണ്. ഓക്കെ, മെമ്പർഷിപ്പ് 2 persons ആണോ? ഒരു പാർട്ണർഷിപ്പിലെ മെമ്പർഷിപ്പ് ലിമിറ്റഡ് ടു 2 persons ആണോ? അല്ല. ഓക്കെ, അപ്പൊ 2 personsന് മാത്രമേ പാർട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ ലിമിറ്റഡ് എന്താണ്, അതിന്റെ മാക്സിമം ലിമിറ്റ് 2 എന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ എന്താണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഏത് ഓപ്ഷൻ ആണ് വരുന്നത് ആൻസർ ആയിട്ട്? ഓപ്ഷൻ എ ഓൺലി 1 and 3 കറക്റ്റ്. ഓക്കെ, next question number 10. Okay, question number 10. Among the following cooperative principles which was or were developed by the Rockdale pioneers? അപ്പോൾ ഇവിടെ എന്താണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് തന്നിട്ടുണ്ട്. അതിൽ റോക്ക്ഡെയിൽ പയനിയേഴ്സ് ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. Second one, distribution of surplus based on investment. Then third one, open and voluntary membership. ഏതൊക്കെയാണ്? Yes, 1 and 3. Democratic member control and open and voluntary membership. Option C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C. Move on to 11th question. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Among the following, which was or were included in the reformulated principles of the International Cooperative Alliance? Okay, ICAയുടെ reformulated principlesലെ included ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 2, വോളണ്ടറി മെമ്പർഷിപ്പ്. Then 3, cooperation among cooperatives. ഏതാണ്?
Yes, option B, only 2 and 3. For reformulated principles include either voluntary membership and cooperation among cooperatives ആണ്. Concerned community വരുന്നത് എപ്പോഴാണ്? റിവൈസ്ഡ് പ്രിൻസിപ്പിൾസിലാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. Next, 12th question. Carvey committee has viewed that the key feature of cooperative societies should be. Okay, ഒരു cooperative societyയുടെ key feature എന്തായിരിക്കണം എന്നാണ് കാർവേ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കണം? ഫസ്റ്റ് വൺ, voluntary membership. 2, focus on profit maximization. 3, limited member liability. എന്തൊക്കെയായിരിക്കണം? യെസ്, അപ്പൊ ഇന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്താണ് ഇതിലെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? വോളണ്ടറി മെമ്പർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് മെമ്പർ ലയബിലിറ്റി. ഓക്കെ, ഫോക്കസ് ഓൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോട്ടീവ് അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, സർവീസ് ഓറിയന്റഡ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്ഷൻ? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? Option A, only 1 and 3 correct. അടുത്ത question number 13. 13ാമത്തെ ചോദ്യം. Which of the following is a cooperative value as per International Cooperative Alliance? Okay, ICA പ്രകാരം cooperative value ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Equity, self-responsibility, solidarity. ഇതെന്താണ്? ഇക്വിറ്റി, സെൽഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഇതെന്താണ്? ഇതെല്ലാം കോപ്പറേറ്റീവ് വാല്യൂ ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. നാഷണൽ കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഫെഡ്? നാഫെഡിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേരള ബാങ്കിനും JCIക്കും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്ന് തന്നെ നമ്മൾ ആ ഒരു അനാലിസിസിൽ പറഞ്ഞതാണ്. എന്താണ്? നാഷണൽ ലെവൽ ഓർഗനൈസേഷൻസ്, നാഷണൽ ലെവൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ്സ് കൂടി നമ്മളുടെ പഠന ഭാഗത്തായിട്ട്, പാഠ്യഭാഗത്തായിട്ട് ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇതാ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നാഫെഡിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. First one, promoting the cooperative marketing of agricultural products. Then, second one, regulating the prices of agricultural products. Third one, providing financial support to farmers and cooperatives. അപ്പോൾ ഇതെല്ലാം എന്താണ്? നാഫെഡിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആൻസർ. ആൻസർ is option D, all correct. Next, question number 15. Question number 15. What is or are the objective of CRIPCO? Next question വന്നിട്ടുള്ള എന്താണ്? CRIPCOയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ഫെർട്ടിലൈസേഴ്സ് ഫോർ പ്രൊവൈഡിങ് ടു ദ ഫാമേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഫെസിലിറ്റേറ്റിംഗ് ദ ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് എന്താണ്? Promoting agricultural and rural development through cooperatives. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ഓൺലി 1 and 3. ഓൺലി 1 and 3, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റുമാണ് CRIPCOയുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നത്? മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ഫെർട്ടിലൈസേഴ്സ് ഫോർ പ്രൊവൈഡിങ് ടു ദ ഫാമേഴ്സ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, that is promoting agricultural and rural development through cooperatives. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3 correct. Next, 1 to 16th question അല്ലേ? 16ാമത്തെ question. What is true about the administration of IFCO? IFCOയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. Then first statement എന്തായിരുന്നു? Management is led by elected representatives from cooperatives. Then second statement, management is appointed by the central government. Then third statement എന്താണ്?
managed by a board of directors elected by its cooperative members. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി, ഓൺലി 1 and 3 കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി എന്താണ്? ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മാനേജ്മെന്റ് ഈസ് അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇഫ്കോയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. What is or are the objective of NABARD? NABARDിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. Then first statement എന്താ? To promote rural development and credit flow in rural areas. Then 2, to supervise and regulate commercial banks in India. Then third statement എന്താ പറയുന്നത്? To provide financial assistance for agriculture and rural infrastructure projects. അപ്പോൾ നമുക്ക് എന്താണ് വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? ഓൺലി 1 and 3 കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ടു സൂപ്പർവൈസ് ആൻഡ് റെഗുലേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. അത് ആർ ബി ഐയുടെ ഫംഗ്ഷൻ ആണ്, നബാർഡിന്റെ ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പൊ നോക്കൂ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓൺലി 1 and 3 കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18. What is or are the true about the execution of arbitration awards? ആർബിട്രേഷൻ അവാർഡ്സിന്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? They can be enforced as a decree of civil court. Okay, they can be enforced as a decree of civil court. Second statement എന്താ? They require approval from the registrar of cooperative societies. They require approval from the registrar of cooperative societies. Then third statement എന്തായിരുന്നു? They are governed by state specific cooperative laws. എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, ഓൺലി 1 and 3 കറക്റ്റ്. അപ്പോൾ ആർബിട്രേഷൻ അവാർഡുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? They can be enforced as a decree of civil court. Okay, correct statement ആണ്. Then third statement നോക്കൂ, they are governed by state specific cooperative laws. This statement is also correct. Third, second statement തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി 1 and 3 കറക്റ്റ്. ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ, ജനറൽ PSC, ഡിഗ്രി ലെവൽ PSC, LDC, LPST, UPST, HST, HSST, SSC, RRB, ബാങ്ക്, CSEB തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും കേട്ടറ്റ്, നെറ്റ്, സെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി എക്സാമുകൾക്കുമുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് എയ്സിൽ നിന്നും ഇത്രയും അധികം ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലെത്തുന്നത്? പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ്, ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, വിശാലമായ ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റി, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് എന്നിവ എയ്സിന്റെ മാത്രം പ്രത്യേകതകളാണ്. കൂടാതെ ടോപ്പിക് എക്സാംസ്, മോഡൽ എക്സാംസ്, OMR വാലുവേഷൻ എന്നിവയോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുകളും മോട്ടിവേഷൻ ക്ലാസുകളും. ഇനി സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും.
ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ, ജനറൽ PSC, ഡിഗ്രി ലെവൽ PSC, LDC, LPST, UPST, HST, HSST, SSC, RRB, ബാങ്ക്, CSEB തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും കേട്ടറ്റ്, നെറ്റ്, സെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി എക്സാമുകൾക്കുമുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് എയ്സിൽ നിന്നും ഇത്രയും അധികം ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലെത്തുന്നത്? പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ്, ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, വിശാലമായ ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റി, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് എന്നിവ എയ്സിന്റെ മാത്രം പ്രത്യേകതകളാണ്. കൂടാതെ ടോപ്പിക് എക്സാംസ്, മോഡൽ എക്സാംസ്, OMR വാല്യുവേഷൻ എന്നിവയോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുകളും മോട്ടിവേഷൻ ക്ലാസുകളും. ഇനി സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 19th ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ദ ആർബിട്രേഷൻ ഇൻ ദ കേസ് ഓഫ് കോപ്പറേറ്റീവ് ഡിസ്പ്യൂട്ട്സ്? ഓക്കെ, കോപ്പറേറ്റീവ് ഡിസ്പ്യൂട്ട്സിന്റെ കേസിൽ ആർബിട്രേഷൻ ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ആർബിട്രേഷൻ പ്രോസസ് ഇൻവോൾവ്സ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് ഔട്ട്സൈഡ് ദ കോർട്ട്. Then second statement എന്താ? Arbitration requires the presence of legal advocates for all the parties involved. Then third statement arbitration is normally faster than traditional process of litigation. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ആർബിട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ വരുന്നത്? ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ. ആർബിട്രേഷൻ പ്രോസസ് ഇൻവോൾവ്സ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് ഔട്ട്സൈഡ് ദ കോർട്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആർബിട്രേഷൻ റിക്വയർസ് ദ പ്രസൻസ് ഓഫ് ലീഗൽ അഡ്വക്കേറ്റ്സ് ഫോർ ഓൾ ദ പാർട്ടീസ് ഇൻവോൾവ്. ഇത് കറക്റ്റ് ആണോ? അല്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അങ്ങനെ ലീഗൽ അഡ്വക്കേറ്റ്സിന്റെ ആവശ്യം ആർബിട്രേഷൻ പ്രോസസ്സിൽ വരുന്നില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ആർബിട്രേഷൻ ഈസ് നോർമലി ഫാസ്റ്റർ ദാൻ ട്രഡീഷണൽ പ്രോസസ് ഓഫ് ലിറ്റിഗേഷൻ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ. ഓൺലി 1 and 3. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മൂവ് ഓൺ ടു 20th ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഈസ് ഓർ ആർ ദ നേച്ചർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ആൻ അവാർഡ് ഗിവൻ ആസ് എ റിസൾട്ട് ഓഫ് ആർബിട്രേഷൻ. അപ്പോൾ ആർബിട്രേഷന് ഫലമായിട്ട് നൽകുന്ന ഒരു അവാർഡിന്റെ നേച്ചർ, അതിന്റെ നേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നേച്ചർ ഓഫ് എക്സിക്യൂഷൻ. ഇപ്പൊ എന്താ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ അവാർഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡിക്രി ഓഫ് സിവിൽ കോർട്ട്. ദ അവാർഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡിക്രി ഓഫ് സിവിൽ കോർട്ട്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് എ സെപ്പറേറ്റ് ലോ സ്യൂട്ട് ഈസ് നീഡഡ്. In order to execute a separate lawsuit is needed. അപ്പോൾ ഈ ആർബിട്രേഷൻ അവാർഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ലോ സ്യൂട്ട് ആവശ്യമാണ് എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ അവാർഡ് മസ്റ്റ് ബി കൺഫേംഡ് ബൈ എ ഹയർ ലെവൽ ലീഗൽ അതോറിറ്റി. അപ്പോൾ ഈ അവാർഡ് ഒരു ഹയർ ലീഗൽ അതോറിറ്റി കൺഫേം ചെയ്യണമെന്നാണ് നെക്സ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ആർബിട്രേഷൻ അവാർഡിന്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓൺലി 1 കറക്റ്റ്. ഓപ്ഷൻ സി. ആർബിട്രേഷൻ അവാർഡിന്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് മാത്രമാണ്. ആർബിട്രേഷൻ അവാർഡ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? സിവിൽ കോർട്ടിന്റെ ഡിഗ്രി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത നോക്കൂ. 21st ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൺ പാരലൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ്. ഐഡന്റിഫൈ ദ റോങ് വൺ. പാരലൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളോട് കണ്ടെത്താൻ
പറഞ്ഞിട്ടുള്ളത്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. It promote establishment of self-reliant cooperative societies. Self-reliant cooperative societies ന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? It encourage cooperatives to function as autonomous, democratic and member controlled institutions. Then third statement എന്താ പറയുന്നത്? ആന്ധ്രാപ്രദേശ് is the first state to enact a parallel cooperative legislation. Then fourth statement എന്ത് പറയുന്നു? Such societies can receive financial assistance from government only as capital participation. അപ്പോൾ ഏതാണ് ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ്? റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? Such societies can receive financial assistance from government only as capital participation. അപ്പോൾ നോക്കൂ, ഈ പാരലൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, ഈ ഒരു ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സെൽഫ് റിലയന്റ് സൊസൈറ്റീസ് ആക്കുക, ഓട്ടോണമസ് സൊസൈറ്റീസ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പാരലൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് കൊണ്ടുവരാനുള്ള ഒരു കാരണം തന്നെ. കൂടുതൽ പ്രവർത്തനക്ഷമത കൂട്ടുക, സൊസൈറ്റീസിനെ കൂടുതൽ സെൽഫ് റിലയന്റ് ആക്കുക, ഓട്ടോമേറ്റഡ് ആക്കുക, എന്താണ് ഓട്ടോണമസ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പാരലൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷന്റെ ഉദ്ദേശം എന്നുള്ളത്. സോ ഇതിൽ എന്താണ്, കൂടുതൽ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് സൊസൈറ്റീസ് മാറുക, അവരുടെ ഫണ്ട് അവർ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രൈം ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതിൽ എന്താണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഈ ഒരു ഇതിൽ അനുവദിക്കുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 22nd ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ്? Following statements are on Integrated Fisheries Development Project IFDP. Identify the wrong one. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. It is a project funded by National Cooperative Development Corporation. Okay. Then second statement, the loan is provided directly to the fisherman by the MALAPPURAM. Third statement എന്താ പറയുന്നത്? It was started in the year 1984 for assisting traditional fishermen. Fourth statement എന്താ പറയുന്നത്? The assistance is provided in kind as subsidized loan. ഓക്കെ, ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. The loan is provided directly to fishermen by MALAPPURAM. അപ്പൊ ഇത് ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്യുന്ന ലോണ് ഡയറക്ട്ലി അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൺ NABARD. ഐഡന്റിഫൈ ദ റോങ് വൺ. നാഫെഡുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ റോങ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ്സ്? ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Then B, it admit primary marketing or processing societies as its members. Then C, it is created on the basis of recommendation given by VL Mehta Committee of 1959. Then D, it advances loans to its members and other cooperative institutions on the security of goods. അപ്പോൾ ഇതിലേതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്? നാഫെഡുമായി ബന്ധപ്പെട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ആയി വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ. The Multi-Unit Cooperative Societies Act was passed in the year. Multi-Unit Cooperative Societies Act പാസ് ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ സി 1942 അല്ലേ? 1942 ആണ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ. Following statements are on Kerala State Cooperative Consumers Federation Limited. Identify the wrong one. കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഓൾ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സ് ഇൻ കേരള ഹാസ് മെമ്പർഷിപ്പ് ഇൻ ദ ഫെഡറേഷൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ദെൻ ബി, സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ നോമിനേറ്റ് ഡയറക്ടേഴ്സ് ടു ഇറ്റ്സ് ബോർഡ്. കറക്റ്റ് ആണ്.
സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. Then third statement, all primary consumer cooperative societies are members of the federation. Then fourth statement എന്താ പറയുന്നത്, it has a pharmaceutical educational institution. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആയി വരുന്നത് സി. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓൾ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ ഫെഡറേഷൻ. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അതിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻസ് നടത്താം. ഇതിൽ ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഓൺലി അസോസിയേറ്റ് ഓർ നോമിനൽ മെമ്പേഴ്സ് ആയിട്ട് ആ മെമ്പർഷിപ്പ് ആണ് പ്രൈമറി സൊസൈറ്റീസിന് നൽകുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. റൈറ്റ്, അപ്പൊ ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 26ാമത്തെ ക്വസ്റ്റ്യൻ. An auditor of a cooperative society finds difference between physical balance and a book balance of cash. He is supposed to do all of the following except. ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ബാലൻസിലും ക്യാഷ് ബുക്ക് ബാലൻസിലും ഡിഫറൻസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്, അദ്ദേഹം നടത്തേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങൾ ആണ് താഴെ തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എന്താണ് റോങ് ആണ്, അത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. he supposed to do all of the following except. അപ്പോൾ ഓഡിറ്റർ ചെയ്യേണ്ടാത്തൊരു കാര്യം ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഒന്നാണ്. അപ്പൊ അതേതാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എന്താ നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, if the physical balance is less, immediately file a case before the SHO of the police station having jurisdiction over that society and report it to the higher officers of the auditor. Then second statement, if the physical balance is high, it should be marked as advance due by. Okay, then third statement endana, if the physical balance is less, it should be marked as advance due to. Then fourth statement, if the physical balance is less, report it to the higher officer and the board of directors as temporary theft done by the CEO of the society. അപ്പോൾ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ബാലൻസിലും ബുക്ക് ബാലൻസ് ഓഫ് ക്യാഷിലും എന്തെങ്കിലും ഡിഫറൻസസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്, ചില നടപടിക്രമങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം ചെയ്യേണ്ടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അദ്ദേഹം നേരിട്ട് പോയൊരു കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഹയർ ലെവൽ അതോറിറ്റീസിന് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടി അല്ല. റൈറ്റ്, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question 27, 27ാമത്തെ question. Audit fee for primary cooperative credit societies other than long term is calculated based on which of the following? എന്താണ് ആൻസർ? Yes, without any doubt option D, amount of working capital. Okay, 28ാമത്തെ ചോദ്യം. എന്താണ് 28ാമത്തെ ചോദ്യം? An auditor have the power to summon any person in possession of books, accounts, documents, etc. to the office of Director of Cooperative Audit or to any subordinate office of him if. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എ, there is no working office for a society. B, a theft of ₹5 lakh or above is identified during audit. Then C, a serious offense have occurred which may damage the existence of the society. D, in all of the above cases. അപ്പോൾ ഒരു ഓഡിറ്റർക്ക് എനി പേഴ്സ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കസ്റ്റഡിയിൽ വെച്ച്, സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള ഒരു പേഴ്സണെ സമൺ ചെയ്യാനുള്ള അധികാരം എപ്പോഴാണുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് അദ്ദേഹത്തിന് ആ അധികാരം ഉള്ളത്? അദ്ദേഹത്തിന് ആ ഒരു പവർ എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഇഫ് there is no working office for a society. If there is no working office for a society, that is option A. Okay,
ഇനി നെക്സ്റ്റ് 29ാമത്തെ ചോദ്യം. Who among the following maintain and administer the relief fund for the members of cooperative societies? ഓക്കെ, അതായത് മെമ്പർ റിലീഫ് ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. ആരാണ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ സി, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, then 30ാമത്തെ ചോദ്യം. What is the audit fee charged for the audit of first year accounts of a society? അപ്പോൾ സൊസൈറ്റിയുടെ ഫസ്റ്റ് ഇയർ ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റിംഗിൽ ഓഡിറ്റ് ഫീ എത്രയാണെന്ന് ചോദിക്കുന്നത്. എന്താണ് ഓഡിറ്റ് ഫീ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റ് ഫീ ഉണ്ടോ? ഇല്ല. ആദ്യത്തെ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും അതിന്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്റ് ഫീ ഇല്ല. അത് ഏത് നേച്ചറിലുള്ള ഏത് ടൈപ്പിലുള്ള സൊസൈറ്റി ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ ഓഡിറ്റ് ഫീ ചാർജ് ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ആൻസർ, ഓപ്ഷൻ ബി, നോ ഫീ. ഓക്കെ, ദെൻ 31ാമത്തെ ചോദ്യം. അടുത്തത്, ഐഡന്റിഫൈ ദ എക്സാക്ട് നെയിം ഓഫ് ആക്ട് passed to regulate cooperative societies in British India during 1904. അല്ലെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. നമ്മുടെ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു ആക്ട് ആണ്. എന്താണ് ആക്ടിന്റെ പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാക്ട് നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാരെങ്കിലും തെറ്റിച്ചോ? ആരും തെറ്റിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്താണ് ആൻസർ? ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, ഓപ്ഷൻ ഡി അല്ലെ. കണ്ണും പൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അടുത്തത് 32ാമത്തെ ചോദ്യം. ആസ് പെർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912, if a dispute arises on the status of a person to be admitted as member, such as agriculturist or not, etc., who take the decision which is treated as final. ഓക്കെ, അപ്പോൾ 1912 ആക്ട് പ്രകാരം മെമ്പർഷിപ്പിന്റെ കേസിൽ ആരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഓപ്ഷൻ ബി, രജിസ്ട്രാർ. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, രജിസ്ട്രാർ. ഇനി 33ാമത്തെ ചോദ്യം. ഓൺ ട്രാൻസ്ഫർ ഓഫ് കോർപ്പറേഷൻ ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്ട് in British India, which of the following province passed its own cooperative societies act at first? അപ്പോൾ 1919 എന്തായിട്ട് കോർപ്പറേഷൻ ബിക്കംസ് എ സ്റ്റേറ്റ് സബ്ജക്ട് അല്ലെ. കൺസേൺഡ് പ്രോവിൻസസിന് ആ പ്രോവിൻസസിലേക്കുള്ള കോപ്പറേറ്റീവ് ലോസ് പാസ്സാക്കാം എന്നുള്ള ഒരു ഉത്തരവ് വന്നു. അപ്പൊ 1919 മൊണ്ടേഗു ചിംസോഡ് റിഫോംസ് പ്രകാരമാണ് ഈ ഒരു പ്രോവിൻസസിന് ഈ ഒരു അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ഈ പ്രൊവിൻഷ്യൽ സബ്ജക്ട് ആയതിനു ശേഷം ആദ്യമായിട്ട് ഏത് പ്രോവിൻസ് ആണ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബോംബെ പ്രോവിൻസ് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ്സാക്കിയത്. ഇതിന്റെ ഇയർ 1925. ഓക്കെ, ആൻസർ ബോംബെ പ്രോവിൻസ്. 34ാമത്തെ സുരഭി ഈസ് related to which of the following? സുരഭി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ എ, ഹാൻഡിക്രാഫ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ, ഹാൻഡിക്രാഫ്റ്റ്. നെക്സ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യൻ. Consider the following statement on the Multi-State Cooperative Societies Act 2000. അടുത്തതായിട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. Consider the following statements on the Multi-State Cooperative Societies Act 2002. Identify the wrong one. Okay, wrong one ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002
ഓക്കെ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആയിട്ട് ബന്ധപ്പെട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, this act repealed and replaced the multi-state cooperative societies act 1984. correct statement ആണ് അല്ലേ? multi state cooperative societies act 2002 വന്നിട്ടുള്ളത് 84ലെ ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ്, എൻ ബ്ലോക്ക് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ ഏരിയ ഫ്രം വിച്ച് ദ പേഴ്സൺസ് ആർ അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി തേർഡ് വൺ, ദ സെൻട്രൽ ഗവൺമെന്റ് ആഫ്റ്റർ ഹിയറിംഗ് ഹാവ് ദ പവർ ടു റിമൂവ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ഹിയറിംഗിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള പവർ ഉണ്ട്. Then fourth statement എന്താ പറയുന്നത്? It extends to the whole of India except the state of Jammu and Kashmir. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ആണ് wrong statement. Okay, it extends the whole of India. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഡി. 36ാമത്തെ ക്വസ്റ്റ്യൻ. In general, a multi-state cooperative societies can be categorized into which of the following? അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? വളരെ സംശയം പറയാം അല്ലെ? ഏതാണ്? എ ഫെഡറൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ? എ യൂണിറ്ററി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ സി എ ഡിസൈനർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡി എ നാഷണലി ഇമ്പോർട്ടന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, എ യൂണിറ്ററി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Then next 37ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following can be considered as a designer cooperative society? ഇതിൽ ഡിസൈനർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കൂ. ആപ്കോസ് ഓപ്ഷൻ ബി, കെറഫെഡ് ഓപ്ഷൻ സി, റബ്ബർ മാർക്ക് ഓപ്ഷൻ ഡി, ക്യാംകോ. അപ്പൊ ഇതില് ഡിസൈനർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് കണക്കാക്കുന്നത് ഓപ്ഷൻ എ ആപ്കോസിനെയാണ്. ഓക്കെ, ഇനി 38ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഹാസ് അഡോപ്റ്റഡ് എ റിവൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി? ഏത് ഇയറിലാണ് റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ് വന്നത്? അപ്പൊ ഏത് ഇയറിലാണ്? ഓപ്ഷൻ സി 1995. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കോപ്പറേറ്റീവ് റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്ന ഇയർ എന്ന് ഡയറക്ട്ലി ചോദിക്കുന്നതിന് പകരമായിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ വിച്ച് ഇയർ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഹാഡ് അഡോപ്റ്റഡ് എ റിവൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്നിങ്ങനെ ഒന്ന് വളഞ്ഞു ചോദിച്ചു അല്ലെ? അപ്പൊ എന്താണ് ആൻസർ? ഓപ്ഷൻ സി 1995. 39ാമത്തെ ചോദ്യം. Which of the following committee recommended the creation of multi-purpose cooperative societies at first? Multi-purpose cooperative societies റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഏത് കമ്മിറ്റിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, ദ മേത്ത കമ്മിറ്റി 1937. ഓക്കെ, ദ മേത്ത കമ്മിറ്റി 1937. മേത്ത കമ്മിറ്റിയാണ് 1937ലെ മേത്ത കമ്മിറ്റിയാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഇനി 40ാമത്തെ ചോദ്യം. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൺ പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ്. ഐഡന്റിഫൈ ദ റോങ് വൺ. ഓക്കെ, പ്രൊഡ്യൂസർ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതില് റോങ് വൺ, പ്രൊഡ്യൂസർ കമ്പനിയുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ റെലവന്റ് കമ്പനീസ് ആക്ട്. Then option B, maximum number of members are restricted to 100. Then D, it works on cooperative principles. Then D, the members are mandatorily primary producers. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ടു 100. അപ്പൊ അതിൽ മാക്സിമം നമ്പർ എന്നുള്ളത് ഇല്ല.
നോ ലിമിറ്റ് ആണ് പറയുന്നത് അല്ലെ. പ്രൊഡ്യൂസേഴ്സ് കമ്പനീസിൽ മാക്സിമം ലിമിറ്റ് പറയുന്നില്ല, നോ ലിമിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. അടുത്തതായിട്ട് 41ാമത്തെ ചോദ്യം. Which among the districts are considered as special focus district under NABARD's financial fund? Okay, which among the districts are considered as special focus district under NABARD's financial fund? NABARD's financial fund, NABARD'sന്റെ financial fund സ്കീം പ്രകാരം സ്പെഷ്യൽ ഫോക്കസ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്, LWE ഡിസ്ട്രിക്ട്, സി ക്രെഡിറ്റ് ഡെഫിഷ്യന്റ് ഡിസ്ട്രിക്ട്. അപ്പോൾ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി 2 and 3 ഓൺലി. LWE ഡിസ്ട്രിക്റ്റും 3 ക്രെഡിറ്റ് ഡെഫിഷ്യന്റ് ഡിസ്ട്രിക്റ്റും ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. Then 42ാമത്തെ ചോദ്യം. Which of the following types of financial institutions are excluded from the scope of Banking Regulation Act 1949? ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സ്കോപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിന്റെ പരിധിയിൽ പെടാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഏതാണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. സെക്കൻഡ് വൺ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്. അപ്പോൾ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി 1 and 2. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1 and 2. Then 43ാമത്തെ ചോദ്യം. As per Banking Regulation Act 1949, which of the following returns are excluded from submission to RBI on a periodic basis? ഓക്കെ, അപ്പൊ ഈ പറയുന്ന റിട്ടേൺസിലെ ഏതെല്ലാം റിട്ടേൺസ് ആണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ബാങ്ക്സ് RBIക്ക് പീരിയോഡിക് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കൂ. റിട്ടേൺ ഓഫ് ലിക്വിഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ബി വീക്ക്ലി റിട്ടേൺസ്, സി മന്ത്ലി റിട്ടേൺസ്, ഡി നൺ ഓഫ് ദ എബവ്. അപ്പൊ അതിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത് വീക്ക്ലി റിട്ടേൺസ് ആണ്. അപ്പൊ വീക്ക്ലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മന്ത്ലി റിട്ടേൺസ് ആൻഡ് റിട്ടേൺ ഓഫ് ലിക്വിഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്? വീക്ക്ലി റിട്ടേൺസ്. ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് 44ാമത്തെ ചോദ്യം. According to the provisions of the Banking Regulation Act 1949, which of the following forms of business can be lawfully undertaken by a bank? Okay. അപ്പോൾ ഒരു ബാങ്കിന്റെ ലോഫുൾ ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ തന്നിട്ടുള്ള 2 ബിസിനസ്സുകളുണ്ട്. അപ്പൊ ഇതിൽ ലോഫുൾ ബിസിനസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ബിസിനസ്? ഇൻഡംനിഫൈ ആൻഡ് ഗ്യാരണ്ടി ബിസിനസ്. ഓക്കെ, സെക്കൻഡ് എന്താണ്? അണ്ടർടേക്കിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ട്രസ്റ്റ്. അപ്പൊ ഈ 2 ബിസിനസ്സും ബാങ്കിന്റെ ലോഫുൾ ബിസിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ബോത്ത് 1 and 2. ഓപ്ഷൻ എ. ഇനി 45ാമത്തെ ചോദ്യം. In which of the following situations High Court shall order the compulsory winding up of a banking company? ഒരു ബാങ്കിങ് കമ്പനിയുടെ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഹൈക്കോർട്ട് ഓർഡർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർഡർ ഹൈക്കോർട്ട് നൽകുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? If the banking company is unable to pay its debts. Second one, if the application for winding up has been submitted by the banking company. ഓക്കെ, അപ്പൊ ഈ 2 സിറ്റുവേഷൻസിലെ ഏത് സിറ്റുവേഷൻസിലാണ്
കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർഡർ ഹൈക്കോർട്ട് പാസ്സാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇൻ ഫസ്റ്റ് കേസ് ഓൺലി. ഏതാണ്? if the banking company is unable to pay its debts. ഈ കേസിൽ ബാങ്കിങ് കമ്പനി അതിന്റെ ഡെബ്റ്റ്സ് പേ ചെയ്യാൻ അണേബിൾ ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ സാധിക്കാതെ, ബാങ്കിങ് കമ്പനിക്ക് അതിന്റെ ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസിൽ ഹൈക്കോർട്ട് കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ എ. ഇൻ ഫസ്റ്റ് സിറ്റുവേഷൻ, ഇൻ വൺ ഓൺലി. 46ാമത്തെ ചോദ്യം. Which of the following statement is or are correct with regard to the need for correspondent banking? ഓക്കെ, കറസ്പോണ്ടന്റ് ബാങ്കിങ്ങിന്റെ നീഡ്, അതിന്റെ നീഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതില് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ ടു ഹാവ് ആക്സസ് ടു ഫോറിൻ മാർക്കറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ എന്താണ്? ടു ഫെസിലിറ്റേറ്റ് ലിക്വിഡിറ്റി മാനേജ്മെന്റ്. അപ്പൊ എന്താണ് കറസ്പോണ്ടന്റ് ബാങ്കിങ്ങിന്റെ ആവശ്യകത? എന്താണ്? ഇത് രണ്ടുമാണ് അല്ലെ. കറസ്പോണ്ടന്റ് ബാങ്കിങ്ങിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു നീഡായിട്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമുക്ക് കണക്കാക്കാം. ടു ഹാവ് ആക്സസ് ടു ഫോറിൻ മാർക്കറ്റ്സ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ലിക്വിഡിറ്റി മാനേജ്മെന്റ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്ന? ഓപ്ഷൻ സി, ബോത്ത് 1 and 2. റൈറ്റ്. ഇനി 47ാമത്തെ ചോദ്യം. Which of the following is not an element for framing KYC norms for a bank? ഓക്കെ, അപ്പൊ ഒരു ബാങ്കിന്റെ KYC നോംസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. ഏതാണ്? which is not an element for framing KYC norms for a bank. അപ്പൊ ആവശ്യമില്ലാത്ത എലമെന്റ് ഏതാണ്? യെസ്, കസ്റ്റമർ സെക്യൂരിറ്റി പ്രൊവിഷൻസ് ആണ്. ഓപ്ഷൻ ബി, കസ്റ്റമർ സെക്യൂരിറ്റി പ്രൊവിഷൻസ്. നെക്സ്റ്റ് 48ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 48ാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡർഡ് ആസ് വാലിഡ് എക്സെപ്ഷൻസ് ഇൻ ദ കേസ് ഓഫ് പ്ലെഡ്ജ് ബൈ നോൺ ഓണർ? ഓക്കെ, ഒരു പ്ലെഡ്ജ് ബൈ നോൺ ഓണറുടെ പ്ലെഡ്ജുമായി ബന്ധപ്പെട്ട് വാലിഡ് എക്സെപ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, മെർക്കൻഡൈൽ ഏജന്റ്. സെക്കൻഡ് വൺ, എ pledger who has only a limited interest in goods. Then third one of the joint owners in sole possession of goods. Okay, അപ്പോൾ ഇതില് pledge by non owners എന്നുള്ള കാറ്റഗറി, അതില് pledge by non ownersന്റെ പ്ലെഡ്ജിന്റെ കേസിൽ വാലിഡ് എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഈ മൂന്നും വാലിഡ് എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കും. മെർക്കൻഡൈൽ ഏജന്റ്, then a pledger who has only a limited interest in goods, then third one of the joint owners in sole possession of goods. അപ്പൊ ഇതിൽ വാലിഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ മൂന്ന് കേസിലും ഗുഡ്സിന്റെ എന്താണ് നോൺ ഓണേഴ്സ് ആണ് വരുന്നത് അല്ലെ, നോൺ ഓണർ ആണ് വരുന്നത്. അപ്പൊ ഈ കേസിൽ നോൺ ഓണർ പ്ലെഡ്ജ് ചെയ്താലും അത് വാലിഡ് ആയിട്ട് കണക്കാക്കും. അപ്പൊ ഈ മൂന്ന് കേസിലും ഇത് വാലിഡ് പ്ലെഡ്ജ് തന്നെയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി. ഓക്കെ, 1, 2 and 3. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following banks is not a party to letter of credit? അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ പാർട്ടി അല്ലാതെ വരുന്ന ബാങ്ക് ഏതാണ്? യെസ്, ഓപ്ഷൻ എ, റീഫിനാൻസിങ് ബാങ്ക് ആണ്. റീഫിനാൻസിങ് ബാങ്ക് ഇതില് പാർട്ടി ആയിട്ട് വരുന്നില്ല. ഇഷ്യൂയിങ് ബാങ്ക്, കൺഫേമിംഗ് ബാങ്ക്, ദെൻ അഡ്വൈസിംഗ് ബാങ്ക് എല്ലാം ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ എന്തായിട്ട് വരുന്നുണ്ട്? പാർട്ടീസ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ പാർട്ടി അല്ലാതെ വരുന്നത് ആരാണ്? റീഫിനാൻസിംഗ് ബാങ്ക് ആണ്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ്സ് ടു RBI? RBIയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്?
എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? മാർക്കറ്റ് സ്റ്റെബിലിറ്റി സ്കീം ഈസ് യൂസ്ഡ് ബൈ RBI ടു മാനേജ് സർപ്ലസ് ലിക്വിഡിറ്റി. Then statement 2, open market operations are conducted by RBI by directly undertaking transactions in primary market. ഓക്കെ, അപ്പോൾ ഇതിൽ RBIയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്, സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ. 51ാമത്തെ ക്വസ്റ്റ്യൻ. 2 major schools of thought regarding principles of not issue. ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നോട്ട് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഉള്ള 2 പ്രിൻസിപ്പിൾസ്? ഏതൊക്കെയാണ് നോട്ട് ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള 2 സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ 2 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ബാങ്കിങ് പ്രിൻസിപ്പിൾ ആൻഡ് കറൻസി പ്രിൻസിപ്പിൾ അല്ലേ? ഓപ്ഷൻ സി, ബാങ്കിങ് പ്രിൻസിപ്പിൾ ആൻഡ് കറൻസി പ്രിൻസിപ്പിൾ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following statements are true about RBI? RBIയുമായി ബന്ധപ്പെട്ടുള്ള വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. Statement 1 എന്താണ്? RBI was initially privately owned and after nationalization in 1969, RBI is fully owned by the government of India. First statement. Second statement എന്താണ്? Central office of RBI was initially established in Delhi and later permanently moved to Mumbai. ഏതൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? യെസ്, സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? RBI was initially privately owned and after nationalization in 1969. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അല്ല, 1949ലാണ് RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെൻട്രൽ ഓഫീസ് ഓഫ് RBI വാസ് ഇനീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് കൊൽക്കത്തയിലാണ് ആദ്യത്തെ ഇനീഷ്യൽ ഓഫീസ്, സെൻട്രൽ ഓഫീസ് ഓഫ് RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കൊൽക്കത്തയിൽ നിന്നാണ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും RBI ബന്ധപ്പെട്ടുള്ള ഈ 2 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. 53ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following qualitative instruments are used by Reserve Bank of India? ഈ താഴെ പറയുന്ന അല്ലെങ്കിൽ ഫോളോയിങ് 3 ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ RBI ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? യെസ്, ഫസ്റ്റ് 1 മോറൽ സ്വാഷൻ, 2 ഡയറക്റ്റ് ആക്ഷൻ, 3 പബ്ലിസിറ്റി. ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത്? ഈ 3 എണ്ണവും വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? 1, 2 ആൻഡ് 3. ഈ 3ഉം എന്താണ്? RBIയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് അല്ലെ? ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. ഏതൊക്കെ? മോറൽ സ്വാഷൻ, ഡയറക്റ്റ് ആക്ഷൻ ആൻഡ് പബ്ലിസിറ്റി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 54ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following are the domestic subsidiaries of State Bank of India? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സബ്സിഡിയറീസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏതൊക്കെയാണ്? സിബിൽ ആൻഡ് സിസിൽ അല്ലെ? ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് സിബിൽ, റൈറ്റ്? അപ്പൊ ഇതില് ഡൊമസ്റ്റിക് സബ്സിഡിയറീസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ 2 ഡൊമസ്റ്റിക് സബ്സിഡിയറീസ് അല്ല. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സബ്സിഡിയറീസ് അല്ല ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. സർവീസ് ഏരിയ അപ്രോച്ച് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഏരിയ ഓഫ്. സർവീസ് ഏരിയ അപ്രോച്ച്, ഈ അപ്രോച്ച് കൊണ്ടുവന്നത് എന്തിനാ വേണ്ടിയിട്ടാണ്? റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി, റൂറൽ ലെൻഡിങ്. ഓക്കെ, റൂറൽ ലെൻഡിങ്.
ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് എന്താണ് ഈ സർവീസ് ഏരിയ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് റൂറൽ ഏരിയാസിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഏരിയ ഓഫ് റൂറൽ ലെൻഡിങ്, ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ. The purpose of differential interest rate scheme introduced by public sector bank. അല്ലേ, DIR, ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്, റൈറ്റ്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ്, ഇതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു? ഓപ്ഷൻ എ, motivate the small scale entrepreneurs in rural areas. B, enhance flexibility in lending practices. C, to assist the weakest among the weakest segment of the society. D, none of the above. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? To assist the weakest among the weakest segments of the society. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following statements are true with regard to regional rural banks? ഓക്കെ, RRBയുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് 1, RRBs aims to provide credit facilities to small and marginal farmers. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? RRBs are sponsored by state government. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് RRBs സ്പോൺസർ ചെയ്യുന്നത്? അല്ല. അപ്പൊ അതില് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? RRBs aims to provide credit facilities to small and marginal farmers. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി. സോ ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി. 58ാമത്തെ ചോദ്യം. Which of the following recommendation is not involved in Narasimham Committee report on financial system? അപ്പോൾ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പോയിന്റ് ഏതാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ അല്ലാതെ വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ, റിഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രീഎംപ്ഷൻസ്. ദെൻ ബി, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. ദെൻ സി, deregulation of interest rate. D, opening up financial sector to foreign banks. ഇപ്പോൾ നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് അല്ലേ? അതിനെ ഒരു റെക്കമെൻഡേഷൻ അദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് 59ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statements are correct with regard to local area banks? ലാബ്സുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1, they are registered as public limited companies under Companies Act. Statement 2, they will not be eligible for inclusion in the second schedule of Reserve Bank of India Act. ഓക്കെ, അപ്പൊ ഇതിൽ ഏതോ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി. They are registered as പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് അണ്ടർ കമ്പനീസ് ആക്ട്. ഓക്കെ, ഒരു കമ്പനീസ് ആയിട്ടാണ് ലാബ്സ് രജിസ്റ്റർ ചെയ്യുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നുണ്ടോ? ഇല്ല. ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള സ്റ്റാറ്റസ് ലാബ്സിന് നൽകുന്നില്ല. റൈറ്റ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി. അടുത്തത് 60ാമത്തെ ചോദ്യം. പേയ്മെന്റ് ബാങ്ക് ഈസ് നോട്ട് പെർമിറ്റഡ് ഫോർ. പേയ്മെന്റ് ബാങ്ക്സിന്റെ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതാണ് ചോദ്യം. A, acceptance of demand deposit. B, issuance of debit cards. C, issuance of credit cards. D, payment and remittance services through various channels. അപ്പോൾ പേയ്മെന്റ് ബാങ്ക്സിന്റെ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, issuance of credit cards. ഓക്കെ, ഓപ്ഷൻ സി.
61ാമത്തെ ചോദ്യം. Dash is an alphanumeric code that uniquely identifies a bank branch participating in any NEFT system. അപ്പോൾ നെഫ്റ്റ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്ക്സിന്റെ ബ്രാഞ്ച് കോഡ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ലെറ്റർ ആൽഫാ ന്യൂമറിക് കോഡ് ഏതാണ്? യെസ്, വിത്തൗട്ട് എനി ഡൗട്ട് എന്താണ്? ഓപ്ഷൻ എ IFSC, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഓക്കെ, 62ാമത്തെ ചോദ്യം. A loan become a NPA when the interest or principal become overdue for a period of. ലോൺ NPA ആവുന്നത് എപ്പോഴാണ്? ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ബിക്കം ഓവർഡ്യൂ ഫോർ എ പീരിയഡ് ഓഫ് 90 days അല്ലേ? ഓവർഡ്യൂ 90 days കൂടുതലാവുമ്പോഴാണ് ആ ലോൺ എന്തായിട്ട് മാറുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറുന്നത്, NPA ആയിട്ട് കണക്കാക്കുന്നത്. അടുത്തത് 63ാമത്തെ ചോദ്യം. 63ാമത്തെ ചോദ്യം. A measure of the amount of a bank capital expressed as a percentage of its risk-weighted credit exposure is എന്താണ്? Capital Adequacy Ratio, CAR അല്ലേ? ഓപ്ഷൻ എ Capital Adequacy Ratio. Then 64ാമത്തെ ചോദ്യം. Right of a bank to retain the property belonging to the debtor until he has discharged the debt due to the retainer of the property. അപ്പോൾ എന്താണ്? റൈറ്റ് ഓഫ് എ ബാങ്ക് ടു റീറ്റെയിൻ ദ പ്രോപ്പർട്ടി ടിൽ ദ ഡെപ്റ്റ് ഇസ് ഡിസ്ചാർജ്ഡ് ഇസ് എന്താണ്? റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഇസ് കോൾഡ് ലീൻ അല്ലേ? ഓപ്ഷൻ എ ലീൻ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ. The risk coverage being provided in the Pradhan Mantri Jeevan Jyoti Bima Yojana is PMJJBY അല്ലെ? റിസ്ക് കവറേജ് എമൗണ്ട് എത്രയാണ്? 2 lakh ആണ് അല്ലെ? 2 lakh. ാമത്തെ ക്വസ്റ്റ്യൻ. When a banker opens an account in favor of a person by accepting some money, then he assumes the position of a yes, debtor. Option A debtor. Deposit accept ചെയ്യുമ്പോൾ ബാങ്കറുടെ പൊസിഷൻ എന്താണ്? യെസ്, ഡെപ്റ്റർ എന്നുള്ള പൊസിഷനിലാണ് വരുന്നത് അല്ലേ? പ്രൈമറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്ക് കസ്റ്റമർ ഈസ് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. അപ്പോൾ അതേത് കേസിലാണ് വരുന്നത്? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന കേസിലാണ്. അപ്പോൾ തിരിച്ചേതാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ നേരെ തിരിച്ചു വരും. റൈറ്റ്, ക്രെഡിറ്റർ ഡെപ്റ്റർ ആയിട്ട് വരും. അപ്പോൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. അപ്പം ഒരു പേഴ്സന്റെ പേരിൽ ഏതെങ്കിലും കസ്റ്റമറിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിന്റെ പൊസിഷൻ എന്താണ്? ഡെപ്റ്റർ. ഓക്കെ, 67ാമത്തെ ക്വസ്റ്റ്യൻ. An authenticated copy of the customer's account in the bank's own book is, that is, bank passbook. Option B, bank passbook. 68ാമത്തെ ചോദ്യം. Loan of a married woman can be recovered only out of option C, her personal assets. For married woman ലോണ് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ പേഴ്സണൽ അക്കൗണ്ട്സിൽ നിന്ന്, പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓൺലി ഔട്ട് ഓഫ് ഹർ പേഴ്സണൽ അസറ്റ്സ്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ. When a person dies without making any will or makes a will but does not mention anyone as executor, the court appoints dash to wind up his estate. അപ്പോൾ ഒരു പേഴ്സൺ മരിക്കുകയാണ്, അദ്ദേഹത്തിന് വിൽ പത്രം ഒന്നും റെഡിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഒരു എക്സിക്യൂട്ടറെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കോർട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? കോർട്ട് വിൽ അപ്പോയിന്റ് അഡ്മിനിസ്ട്രേറ്റർ ടു വൈൻഡ് അപ്പ് ഹിസ് എസ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ വില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കോർട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, അഡ്മിനിസ്ട്രേറ്റർ. 70ാമത്തെ ചോദ്യം. Who is the person who creates a bill of exchange? അപ്പോൾ bill of exchange ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സൺ ആരാണ്? യെസ്, ഡ്രോയർ. ഓപ്ഷൻ എ, ഡ്രോയർ. Then next,
71ാമത്തെ ചോദ്യം, a check which is overdue is called എന്താണ്? overdue ആയിട്ടുള്ള ചെക്കിന് പറയുന്ന പേരാണ് ഓപ്ഷൻ എ stale check. ഓക്കെ, stale check. 72ാമത്തെ ക്വസ്റ്റ്യൻ, bills to which shipping documents are attached. ഓക്കെ, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബിൽസിനെ പറയുന്ന പേരാണ് എന്ത്? ഡോക്യുമെന്ററി ബിൽസ്. ഓപ്ഷൻ ബി ഡോക്യുമെന്ററി ബിൽസ്. റൈറ്റ്. അടുത്തത് 77ാമത്തെ ചോദ്യം, 77, ക്വസ്റ്റ്യൻ നമ്പർ 77. വുമൻ SHG member appoint as a banking agent is called. Okay, woman SHG member appointed as a banking agent is called. അപ്പോൾ ബാങ്കിങ് ഏജന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വുമൺ SHG മെമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? ബാങ്ക് സഖി. ഓക്കെ, ഓപ്ഷൻ സി ബാങ്ക് സഖി. നെക്സ്റ്റ് 78ാമത്തെ ചോദ്യം, ഹൗ മെനി ക്യാരക്ടേഴ്സ് ഡസ് IFSC കോഡ് ഹാവ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? IFSC കോഡിലെ ക്യാരക്ടേഴ്സിന്റെ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഓപ്ഷൻ സി 11. 79ാമത്തെ ചോദ്യം, which of the following is the key feature of a digital signature which ensure the authenticity of online banking transaction? ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ അതിന്റെ ഓതന്റിസിറ്റി, ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷന്റെ ഓതന്റിസിറ്റി ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കീ ഫീച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി വിത്ത് എ പ്രൈവറ്റ് കീ ഹെൽഡ് ബൈ എ കസ്റ്റമർ. പിന്നെ കീ ഫീച്ചർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Then next 80ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CBDC? CBDCയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് CBDCയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. CBDC. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. Then 81ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രാക്ക് ചേഞ്ചസ് ഫീച്ചേഴ്സ് ഇൻ MS വേൾഡ്? ഓക്കെ, 81 മുതൽ IT ക്വസ്റ്റ്യൻസ് ആണ്. ഐടിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 81ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രാക്ക് ചേഞ്ചസ് ഫീച്ചർ ഇൻ MS വേൾഡ്? ഓക്കെ, ട്രാക്ക് ചേഞ്ചസ് ഫീച്ചറിന്റെ പർപ്പസ് എന്താണ്? MS വേൾഡിലെ ട്രാക്ക് ചേഞ്ചസ് അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു ഹൈലൈറ്റ് ദ മോഡിഫിക്കേഷൻസ് മെയ്ഡ് ബൈ ഡിഫറെന്റ് യൂസേഴ്സ്. ഓക്കെ, to highlight the modifications made by different users. Option B ആണ്. എൺപത്തിരണ്ടാമത്തെ ചോദ്യം, in a spreadsheet what is the function of an absolute cell reference in formulas? Okay, അപ്പോൾ in a spreadsheet what is the function of an absolute cell reference in formulas? അപ്പോൾ സെൽ റെഫറൻസിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, ഇറ്റ് ലോക്സ് ദ റെഫറൻസ് ടു എ സ്പെസിഫിക് സെൽ ഈവൻ വെൻ ദ ഫോർമുല ഈസ് കോപ്പീഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 83ാമത്തെ ചോദ്യം, which feature in a worksheet allows you to keep row and column labels visible while scrolling through a large data set? അപ്പോൾ ഫീച്ചറിനെ പറയുന്ന പേരാണ് ഇത്. ഓപ്ഷൻ എ ഫ്രീസ് പെയിൻസ്. ഓക്കെ, ഓപ്ഷൻ എ ഫ്രീസ് പെയിൻസ്. 84ാമത്തെ ക്വസ്റ്റ്യൻ, which PowerPoint feature allows you to animate the transition between slides for a more dynamic presentation? അപ്പോൾ ഫീച്ചർ ഏതാണ്? പവർ പോയിന്റിലെ ഫീച്ചറിന് പറയുന്ന പേരാണ് ഓപ്ഷൻ ബി സ്ലൈഡ് ട്രാൻസിഷൻസ്. ഓക്കെ, സ്ലൈഡ് ട്രാൻസിഷൻസ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് 85ാമത്തെ ക്വസ്റ്റ്യൻ, which of the following best describes the role of ALU in a CPU? ഓക്കെ, റോൾ ഓഫ് ALU എന്താണ്? റോൾ ഓഫ് ALU ഓപ്ഷൻ ബി പെർഫോമിംഗ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്.
പെർഫോമിംഗ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 86ാമത്തെ ക്വസ്റ്റ്യൻ. Which type of memory is non-volatile and used to store firmware in most computers? Non-volatile memory ആയിട്ട് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ROM. ഓക്കെ, 87ാമത്തെ ചോദ്യം. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദെയർ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി, high speed processing and use in complex scientific calculations. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, ഹൈ സ്പീഡ് പ്രോസസ്സിങ്ങിൽ ആൻഡ് യൂസ് ഇൻ കോംപ്ലെക്സ് സയന്റിഫിക് കാൽക്കുലേഷൻസിലാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 88ാമത്തെ ചോദ്യം. Which of the following best explains the primary function of system software? System softwareന്റെ primary function ഏതാണ്? Maintaining and coordinating computer hardware resources. Option A. Managing and coordinating computer hardware resources. 89ാമത്തെ question. How are hexadecimal numbers are represented in comparison to binary numbers? Okay, how are hexadecimal numbers represented in comparison to binary numbers? ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈച്ച് ഹെക്സാഡെസിമൽ ഡിജിറ്റ് കറസ്പോണ്ട്സ് ടു 4 ബൈനറി ബീറ്റ്സ്. അപ്പോൾ ഹെക്സാഡെസിമൽ ഡിജിറ്റ്, ഓരോ ഡെസിമൽ ഡിജിറ്റ് കറസ്പോണ്ട് ചെയ്യുന്നത് എന്തിനാണ്? 4 ബൈനറി ബിറ്റ്സ് ആണ്. ഓക്കെ, 4 ബൈനറി ബിറ്റ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 90ാമത്തെ ചോദ്യം. Which MS Word feature allows the user to apply a uniform lock to the document using predefined formatting elements? Okay, which MS Word feature allows the user to apply a uniform lock to the document using predefined formatting elements? അപ്പോൾ ഏതാണ് ഫീച്ചർ? യെസ്, സ്റ്റൈൽസ് ആണ്. ഓപ്ഷൻ എ, സ്റ്റൈൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്. അടുത്തത് 91ാമത്തെ ചോദ്യം. Which SQL join will include all rows from the left table and only the matching rows from the right table? Question എന്താണ്? Which SQL join will include all rows from the left table and only the matching rows from the right table? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ലെഫ്റ്റ് ജോയിൻ. ഓക്കെ, ഓപ്ഷൻ സി, ലെഫ്റ്റ് ജോയിൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not a role of web server? Which of the following is not a role of web server? ഓക്കെ, അപ്പോൾ വെബ് സെർവറിന്റെ റോൾ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, പ്രോസസിംഗ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ്സ്. It's not the role of web server. Okay, option B ആണ് ആൻസർ ആയിട്ട് വരുന്നത്, processing client side scripts. Option B. Right. അടുത്തത് 93ാമത്തെ ചോദ്യം. Which of the following is true about the iframe element in HTML? Okay, which of the following is true about the iframe element in HTML? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിത്തിൻ എ വെബ് പേജ്. ഐ ഫ്രെയിം എലമെന്റിന്റെ മായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിത്തിൻ എ വെബ് പേജ്. തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റ്യൻ. In JavaScript, which keyword declares a block scoped variable? Okay, in JavaScript, which keyword declares a block scoped variable? The answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോത്ത് ബി ആൻഡ് സി, ദാറ്റ് ഈസ് war and let. ബോത്ത് ബി ആൻഡ് സി, war, let and const ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് ബി ആൻഡ് സി ആണ് ആൻസർ. ഓക്കെ, let and const.
Then 95th question. Which of the following statement about objects in object-oriented programming (OPS) is true? Then answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. An object can have its state changed during run time. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് OPSുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? An object can have its state changed during run time. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്തത് 96ാമത്തെ ചോദ്യം. In C++, what happens if an array is declared with a size of 10 and an attempt is made to access the 50th element? ഓക്കെ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നോക്കാം, അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ദ ബിഹേവിയർ ഈസ് അൺഡിഫൈൻഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 96ാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ബിഹേവിയർ ഈസ് അൺഡിഫൈൻഡ്. Next, in Visual Basic, which event occurs when a user releases a mouse button over a form? Okay, in Visual Basic, which event occurs when a user releases a mouse button over a form? Then, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, മൗസ് അപ്പ്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൗസ് അപ്പ്. 98ാമത്തെ ക്വസ്റ്റ്യൻ. What is the output of the following VB.NET കോഡ്? അപ്പോൾ ഒരു VB.NET കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 135. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. നെക്സ്റ്റ് 99ാമത്തെ ചോദ്യം. In an ER diagram, which symbol represents a weak entity? In an ER diagram, which symbol represents a weak entity? Okay, എന്താണ് entity relationship diagram? Okay, ER diagramൽ which symbol represents a weak entity? അപ്പോൾ വീക്ക് എൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡബിൾ റെക്ടാങ്കിൾ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡബിൾ റെക്ടാങ്കിൾ. 100ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് കോറിലേറ്റഡ് സബ് ക്വറീസ്? ഓക്കെ, which of the following is true about correlated subqueries? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. they execute for every row returned by the outer query. Okay, they execute for every row returned by the outer query. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കെയർഫെഡ് അക്കൗണ്ടന്റിന്റെ ആൻസർ ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസേഴ്സ് വളരെ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ എത്രത്തോളം ആഴത്തിൽ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് വളരെ എന്താണ് സിമ്പിളായിട്ട് എന്നുള്ളതിനുപരിയായിട്ട് ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള നോളജ് ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓരോ ടേംസും നമ്മൾ വെറുതെ വായിച്ചു പോകുന്നതിന് പകരം ഇൻഡെപ്ത് ആയിട്ട് നോളജ് ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ബാങ്കിങ്ങിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചില ക്വസ്റ്റ്യൻസ് കുഴപ്പിച്ചെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ബാങ്കിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ഐ ടിയിലേക്ക് വരുമ്പോൾ ഐ ടിയിൽ ഒരു 50% നമ്മളെ സഹായിച്ചെങ്കിൽ 50% നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ പുതിയ CSEB ബാച്ച് 20-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. അഡ്മിഷൻ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് 20-ാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്
ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസ് കോൺസ്റ്റബിൾ, ജനറൽ PSC, ഡിഗ്രി ലെവൽ PSC, LDC, LPST, UPST, HST, HSST, SSC, RRB, ബാങ്ക്, CSEB തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും കേട്ടറ്റ്, നെറ്റ്, സെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി എക്സാമുകൾക്കുമുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് എയ്സിൽ നിന്നും ഇത്രയും അധികം ഉദ്യോഗാർത്ഥികൾ സർക്കാർ സർവീസിലെത്തുന്നത്? പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ്, ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, വിശാലമായ ലൈബ്രറി, റീഡിംഗ് ഫെസിലിറ്റി, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് എന്നിവ എയ്സിന്റെ മാത്രം പ്രത്യേകതകളാണ്. കൂടാതെ ടോപ്പിക് എക്സാംസ്, മോഡൽ എക്സാംസ്, OMR വാല്യുവേഷൻ എന്നിവയോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനുകളും മോട്ടിവേഷൻ ക്ലാസുകളും. ഇനി സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും. ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും 10,000-ലധികം